ദുൽഹിജ്ജ 23-നാണ് ബഹുവന്യരായ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞത്. അവിടുത്തെ ആണ്ടിന്റെ ദിവസമാണ്. അവിടെ ആണ്ട് നടന്നുകൊണ്ടിരിക്കണം. അല്ലാഹു അവിടുത്തെ ദറജ അല്ലാഹു ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കേരളക്കരയിൽ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി, അതിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിക്കാനും മുന്നിൽ നിന്ന് നെടുനായകത്വം വഹിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ധീരമായ പോരാട്ടം നടത്തിയ മഹാൻ വ്യക്തിത്വമാണ് മഹാനായ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു. കേവലം തന്റെ അധ്യാപനങ്ങളിലും പഠനങ്ങളിലും മാത്രം ജീവിതം ഒതുക്കാതെ പാവങ്ങളുടെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് താങ്ങും തണലുമായി, അവർക്ക് അത്താണിയായി, ഇന്നും നമുക്ക് ഇടയിൽ ഒരു അത്താണിയായി നിലകൊള്ളുന്ന മഹാൻ വ്യക്തിത്വമാണ് മഹാനായ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു. അല്ലാഹു അവിടുത്തെ ദറജ നീ ഉയർത്തണം റഹ്മാനെ. അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അവിടുത്തെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് തഖ്വയുള്ള ഖൽബ് നൽകണേ റഹ്മാനെ. ലോക മുസ്ലിമീങ്ങൾ ഇന്നും വളരെ ആദരവോടുകൂടെ ബഹുമാനത്തോടുകൂടെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന മഹൽ വ്യക്തിത്വമാണ്. മഹത്തുക്കളെ പറയുക, അവരെ പ്രകീർത്തിക്കുക, അവരെ അനുസ്മരിക്കുക എന്നുള്ളത് നമ്മുടെ പാപം പൊറുക്കാനും നമുക്ക് ഈമാനികമായ ചൈതന്യം, ആത്മീയമായ ചൈതന്യം വളർത്തിയെടുക്കാനുമുള്ള കാരണങ്ങളാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചരിത്രങ്ങൾ വിസ്മരിക്കാനുള്ളതല്ല, അത് സദാസമയവും നമ്മൾ അനുസ്മരിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഈമാനികമായ ഉണർവിന് അത് അനിവാര്യമാണ്. വിശുദ്ധമായ ഖുർആന് തന്നെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് മഹത്തുക്കളുടെ പേരിൽ, ഒരുപാട് അമ്പിയാക്കളുടെ പേരിൽ വ്യത്യസ്തങ്ങളായ സൂറത്തുകൾ തന്നെ വിശുദ്ധമായ ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ സൂറത്തുകളിലൂടെ അവരുടെ ചരിത്രങ്ങളും മഹത്വങ്ങളും നമ്മുടെ മുമ്പിൽ, മുൻഗാമികളുടെ ചരിത്രങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വിശുദ്ധമായ ഖുർആൻ വരച്ചു കാണിക്കുന്നുണ്ട്. മഹാനായ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇന്ത്യ രാജ്യത്തിന് വേണ്ടി അധർമ്മധാരികളായ, അധികാരമോഹികളായ വൈദേശിക ശക്തികൾക്കെതിരെ ധീര പോരാട്ടം നടത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന്, സ്വാതന്ത്ര്യ സമരത്തിന് നെടുനായകത്വം വഹിച്ച് നമ്മുടെ മുന്നിൽ 9.5 പതിറ്റാണ്ടുകാലം കേരളക്കരയിൽ കത്തിജ്വലിക്കുന്ന സൂര്യ തേജസ്സായി ഇവിടെ നിലനിന്നിരുന്ന മഹൽ വ്യക്തിത്വമായിരുന്നു ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു. അവിടുത്തെ ആത്മീയമായ ലോകം വേറെയാണ്, സാഹിത്യ ലോകം വേറെയാണ്, കവിതയുടെ ലോകം വേറെയാണ്. അതുപോലെ തന്നെ ധീര പോരാട്ടങ്ങളുടെ കഥകൾ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അവിടുത്തെ വൈജ്ഞാനിക വിപ്ലവങ്ങൾ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് മേഖലകളിൽ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ വൈദഗ്ധ്യം തെളിയിച്ച മഹൽ വ്യക്തിത്വമായിരുന്നു. ഒരു റോഡിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ജീവിതമായിരുന്നില്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടങ്ങാത്ത അനുരാഗത്തിന്റെ, ഇഷ്കിന്റെ മന്ത്രധ്വനികൾ അവിടുത്തെ ഹൃദയാന്തരങ്ങളിൽ രൂപപ്പെട്ടിരുന്ന പ്രണയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിരുന്ന പൂമുട്ടുകൾ സമുദായത്തിലേക്ക് വലിയ കവിതകളായി സമർപ്പിച്ച മഹൽ വ്യക്തിത്വമായിരുന്നു മഹാനായ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു. നമ്മൾക്ക് സാധാരണ കേൾക്കാറുള്ളത് പോലെ മദീന മുനവ്വറയിലേക്ക് തന്റെ അടങ്ങാത്ത അഭിലാഷ പൂർത്തീകരണത്തിന് വേണ്ടി കടന്നു വന്ന ഉമർ ഖാദി തങ്ങളെ അവിടുത്തെ നിയമപാലകർ, അവിടുത്തെ പാറാവുകാർ റൗള ശരീഫിലേക്ക് കടക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുകയാണ്, അവിടുത്തെ മാറ്റി നിർത്തുകയാണ്. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയത്തിൽ പരിസരം മറന്നുകൊണ്ട് മഹാനാർഗ ഇഷ്കിൽ നിന്ന് അതേ ഉടലെടുത്ത ആ കവിതകൾ പരിസരം മറന്നുകൊണ്ട് ഉറക്കെ ഉച്ചത്തിൽ പാടാൻ തുടങ്ങിയപ്പോ അവിടെയുള്ള അറബികൾ പോലും അത്ഭുതപ്പെട്ടു പോവുകയാണ്. അവിടെ ഉണ്ടായിരുന്ന പാറാവുകാരും അതുപോലെ തന്നെ നിയമപാലകരും ഒക്കെ കൂടെ അനുവാചകരോട് കൂടെ പാടാൻ തുടങ്ങി. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു ആ പ്രവാചകാനുരാഗത്തിൽ വിരിഞ്ഞ മഹമ്മദ് ഗീതങ്ങളിൽ പാടി അവിടുന്ന് ആടിയിറങ്ങി റൗള ശരീഫിന്റെ അതാ കവാടത്തിനരികൾ ചെന്നുകൊണ്ട് പാടുകയാ. യാ റസൂലല്ലാഹ് യാ അക്രമൽ ഖുറമാ അലാ അൽതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ജനാബികും
أرجو العطاء على البكاء ببابكم والدمع من عينيه سال سجيما صلوا عليه وسلموا تسليما ما كفر دمع سال من عينيه لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما ഹബീബായ തങ്ങളെ ഒരുപാട് കാലത്തെ പൂർത്തീകരണമാണ്, ഒരുപാട് കാലത്തെ ആഗ്രഹ പൂർത്തീകരണമാണ്. സാഫല്യത്തിന് വേണ്ടിയ അങ്ങയുടെ പടിവാതിൽക്കൽ പാപിയായ ഉമർ വന്നിരിക്കുന്നത് നബിയെ. ഇവിടുന്ന് വിലക്ക് ഏർപ്പെടുത്തി എന്നെ അകറ്റി മാറ്റുകയാണ് നബിയെ. എന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ആയുധങ്ങളുടെ ബലം കൊണ്ടല്ല, തെറിവിളികൾ കൊണ്ടല്ല, അവിടുന്ന് അനുരാഗ ഗീതങ്ങൾ പാടി പാടി റൗദാ ശരീഫിന്റെ അരികിലെത്തിയപ്പോ മഹത്തുക്കൾ ഓർമ്മപ്പെടുത്തിയതുപോലെ, മുൻഗാമികൾ ഓർമ്മപ്പെടുത്തിയതുപോലെ റൗദാ ശരീഫ്, അതേ റൗദാ ശരീഫിന്റെ കവാടം അവിടുന്ന് മലർക്കെ തുറക്കപ്പെടുകയാണ്. മഹാനായ ഉമറുൽ ഖാദിർ റളിയല്ലാഹു അൻഹു റൗദയിലേക്ക് കടന്നു ചെന്ന് ഹബീബായ തങ്ങളുടെ അരികിൽ വെച്ച് ഒരുപാട് സമയം ചെലവഴിച്ച് സന്തോഷത്തോടുകൂടെ തിരിച്ചു വരികയാണ്. മഹാനവറുകൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ മാസമാണ് ദുൽഹിജ്ജ 23-ന്റെ അന്ന്. അല്ലാഹുവേ, അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവിടുന്ന് ജീവിക്കുന്ന കാലത്ത് അതേ പുത്തനാശയങ്ങൾക്കെതിരെ അബദ്ധ വീക്ഷണങ്ങൾ വെച്ച് പുലർത്തിയിരുന്ന ആളുകൾക്കെതിരെ, കള്ളത്വരീഖത്തിനെതിരെ, വിതഴത്തുകാർക്കെതിരെ, അതേ അവർക്കെതിരെ തുറന്നടിച്ച് അവർക്കെതിരെ ശക്തമായി പ്രതിരോധിച്ച് നിലനിന്ന വിശുദ്ധമായ ഇസ്ലാമിന്റെ കാവൽപടനായി ഇവിടെ നിലനിന്ന നേതാവാണ് ഉമറുൽ ഖാദിർ റളിയല്ലാഹു അൻഹു. അവിടുത്തെ മദദ് നൽകണേ അല്ലാഹ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബൊന്ന് ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ഹബീബായ തങ്ങളോട് മഹബ്ബത്ത് നൽകണേ അല്ലാഹ്. ഇസ്ക് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. മുത്തുനബിയെ അറിയാനും അടുക്കാനും പഠിക്കാനും അനുഭവിക്കാനും ആസ്വദിക്കാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അവരുടെ വഴിയെ ഈ വിശുദ്ധമായ ദീനീ ഖുദ്മയിലായി ഒരുപാട് കാലം ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബൊന്ന് ശുദ്ധിയാക്കണേ അല്ലാഹ്. തഖ്വയെ കിട്ടണേ അല്ലാഹ്. ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാഹ്.